കെ എം ബഷീർ വിവരാവകാശ പ്രവർത്തനം കൂടി നമ്മോടൊപ്പം ചർച്ചയിൽ. ശ്രീ കെ എം ബഷീർ, താങ്കൾക്ക് ഈ സുജിത് ദാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാനുള്ളത്. സുജിത് ദാസ് ഇന്ന് വീണ്ടും ജോലിയിൽ കയറിയിരിക്കുന്നു. അദ്ദേഹം 3 ദിവസത്തെ അവധി കഴിഞ്ഞ് ഇന്ന് ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഉയർന്ന ആരോപണങ്ങൾ ചെറുതല്ല, പുറത്തു വന്ന ശബ്ദരേഖയും ചെറിയ കാര്യമല്ല. എങ്ങനെയാണ് അദ്ദേഹത്തിന് എങ്ങനെ ജോലിയിൽ തുടരാൻ സാധിക്കുന്നത്? ഇത് കേരള സർക്കാർ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്താതെ സർവീസിൽ തുടരാൻ അനുവദിക്കുകയാണെങ്കിൽ കേരളത്തിലെ പോലീസ് വലിയ ഒരു ഭീകരവാദത്തിന് തന്നെ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമായി മാറും. എനിക്ക് വളരെ വ്യക്തമായി പറയാനുള്ളത്, ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണം കള്ളക്കടത്ത് നടന്നത് ഡൽഹിയിലും ഗുജറാത്തിലെ അഹമ്മദാബാദ് എയർപോർട്ടിലെല്ലാം ആയിരുന്നു. ആ റെക്കോർഡ് തകർത്തി ഏതാണ്ട് ആഴ്ചകൾ മുമ്പ് വരെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത്, മനുഷ്യൻ്റെ പല ശരീരഭാഗങ്ങളിലും മറ്റുമായി സ്വർണ്ണക്കടത്ത് വരുന്നതിൽ കോഴിക്കോട് വിമാനത്താവളം ഇന്ത്യയിൽ തന്നെ 1-ാം സ്ഥാനത്തെത്തി. അതിനുള്ള പ്രധാന കാരണം ഈ സുജിത് ദാസ് IPS എന്ന മലപ്പുറത്തുണ്ടായിരുന്ന SP തന്നെയാണ്. അദ്ദേഹം മലപ്പുറത്ത് നിന്ന് ഒരുപാട് വിമർശനങ്ങളും പ്രശ്നങ്ങളും കൊലപാതക കേസുകളുമായി ഇവിടെ നിന്ന് സ്ഥലം മാറ്റിയിട്ടും മലപ്പുറത്തെ SP എന്ന പദവിയിൽ ഇല്ലാതിരുന്നിട്ടും കരിപ്പൂർ വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്ത് അദ്ദേഹത്തിൻ്റെ കരങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. ഒരു 5 അംഗ നെക്സസ് ആണ് ഈ കള്ളക്കടത്ത് കരിപ്പൂരിൽ നിയന്ത്രിക്കുന്നത്. സുജിത് ദാസ് ആദ്യം കസ്റ്റംസിലെ ഒരു ഓഫീസറായിരുന്നു. അദ്ദേഹം ആദ്യം കസ്റ്റംസിൽ വർക്ക് ചെയ്തുകൊണ്ട് IPS നേടി പോലീസിലേക്ക് വന്ന ചരിത്രമെല്ലാം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. അന്നുണ്ടാക്കിയ ഒരു കോക്കസ് ഇന്നും വളരെ ആക്റ്റീവാണ്. അതിൽ ചിലരുടെ പേര് തന്നെ പറയുന്നതിൽ എനിക്ക് അതൊരു ഭയവുമില്ല. അമൻ ഗോവർ, അദ്ദേഹം ഇപ്പോൾ സൂപ്രണ്ടാണ്, വളരെ കാലമായി കരിപ്പൂരിൽ തന്നെ തുടരുന്നു. പിന്നെ മലയാളിയായ KK പ്രവീൺ, അദ്ദേഹം ഇപ്പോൾ അസിസ്റ്റൻറ്റ് കമ്മീഷണറായി പ്രൊമോഷനായി. ഇപ്പോഴും അദ്ദേഹം എവിടെയും മാറാതെ പല കോക്കസുകളുടെയും സഹകരണത്തോടെ കരിപ്പൂരിൽ തന്നെ തുടരുകയാണ്. പിന്നെ ഹനീഷ് എന്ന കേരള പോലീസിലെ ഒരു സാധാരണ സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻസ്പെക്ടർ, ഷിബു എന്ന കരിപ്പൂരിലെ മുൻ SHO, അദ്ദേഹം പ്രമോഷനായി ഇവിടെ നിന്ന് ട്രാൻസ്ഫറായി. അദ്ദേഹത്തെ DYSP ആയ ഷിബുവിനെ വീണ്ടും കരിപ്പൂരിൻ്റെ അണ്ടർവേൾഡ് നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി കുണ്ടോട്ടിയിൽ DYSP ആക്കി നിയമിച്ചിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും പത്തനംതിട്ടയിൽ SP ആയിക്കൊണ്ടിരിക്കെ ഈ സുജിത് ദാസ് ആണ് എന്നുള്ളതാണ് വളരെ വ്യക്തം. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ഇതാണ് സത്യം. പിന്നെ ഈ വിവരങ്ങളെല്ലാം വെച്ച് ഈ പ്രശ്നങ്ങളെല്ലാം 2-3 വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ പലരെയും അറിയിച്ചതാണ്. മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിരവധി തവണ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന് മൊഴി കൊടുത്തിട്ടുണ്ട്. കുണ്ടോട്ടി DYSPക്ക് മൊഴി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം തെളിവുകൾ എൻ്റെ കൈവശമുണ്ട്. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ വ്യക്തമായ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സുജിത് ദാസ് വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ ദൗത്യം തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു സെറ്റിങ്സ്, ഈ കള്ളക്കടത്ത് സെറ്റിങ്സ് എന്ന ഒരു സംവിധാനമുണ്ട്. അതാണ് ഞാൻ നേരത്തെ വെളിപ്പെടുത്തിയ KK പ്രവീണും അമൻ ഗോവറും സുജിത് ദാസിൻ്റെ ടീമും എല്ലാം കൂടി ചെയ്യുന്നത് സെറ്റിങ്സാണ്. ഗൾഫിൽ നിന്ന് കള്ളക്കടത്ത് കൊണ്ടുവരണമെങ്കിൽ, ശരീരഭാഗങ്ങളിലോ മറ്റോ ഏതെങ്കിലും വഴിയിലൂടെ സ്വർണം കരിപ്പൂരിൽ ഇറക്കണമെങ്കിൽ അവിടെയുള്ള കള്ളക്കടത്ത് സംഘം അമൻ ഗോവറുമായി ബന്ധപ്പെടുന്നു. അപ്പോൾ അതിനെല്ലാം അനുവാദം നൽകുന്നു. കരിപ്പൂരിലെത്തുന്ന സ്വർണം പ്രവീൺ സ്കാൻ ചെയ്യുന്നു. ആ സ്കാനിങ്ങിൽ അവർ വ്യക്തമായി ഈ കള്ളക്കടത്ത് സ്വർണം കണ്ടെത്തിയാൽ ഉടനെ തന്നെ സുജിത് ദാസിൻ്റെ ടീമിന് വിവരം നൽകുന്നു. സുജിത് ദാസ് അത് SHO ഷിബു, ഇപ്പോഴത്തെ കൊണ്ടോട്ടി DYSPക്ക് കൈമാറുന്നു. അങ്ങനെ ഈ ടീം കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ കമ്പൗണ്ടിൽ വന്ന് വളരെ സുഖമായിട്ട്, അതായത് പ്രവീൺ കുമാറിൻ്റെയും അമൻ ഗോവറിൻ്റെയും കണ്ണിൻ്റെ മുമ്പിൽ കൂടെ പച്ചയായി ഇറങ്ങുന്ന സ്വർണ്ണക്കടത്ത് സുജിത് ദാസിൻ്റെ നേതൃത്വത്തിൽ പുറത്തുനിന്ന്, എയർപോർട്ടിൻ്റെ പുറത്തു നിന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. എക്സ്റേ ചെയ്യുന്നു. ശരീരത്തിനുള്ളിൽ നിന്ന് അത് വലിച്ചെടുക്കുന്നു. എത്ര സുന്ദരമായ, കേൾക്കുമ്പോൾ സുജിത് ദാസ് ഒരു അത്ഭുത മനുഷ്യൻ. അദ്ദേഹത്തെ സംസ്ഥാന സർക്കാർ പ്രത്യേക മെഡലുകൾ നൽകി ആദരിക്കുന്നു. ഭയങ്കരം, ദാറ്റ്സ് ഇൻക്രെഡിബിൾ. ഇത്രയും അത്ഭുതകരമായ, ഇത്രയും പ്രഗത്ഭനായ ഒരു SP കേരളത്തിലില്ല എന്ന് പറയുന്ന ജനങ്ങൾ വാഴ്ത്തുന്നു.
കസ്റ്റംസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആരാണ് ചെയ്യുന്നത്? ഈ കോക്കസിൽപ്പെട്ട ആളുകൾ തന്നെ. കോഴിക്കോട് മാനാഞ്ചിറയിലുള്ള ഈ കോക്കസിൻ്റെ 10 വിരലുകളിൽ ചില വിരലുകൾ തന്നെയാണ് അന്വേഷണം നടത്തുന്നത്, ഡെപ്യൂട്ടി കമ്മീഷണർ. അതുകൊണ്ട് എന്ത് കാര്യം? ഞങ്ങൾ അത് ചീഫ് കമ്മീഷണർക്ക് മെയിൽ ചെയ്യുന്നുണ്ട് നാളെ. തീർച്ചയായും അത് കൊച്ചിയിലുള്ള ചീഫ് കസ്റ്റംസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ശക്തമായി അന്വേഷണം ചെയ്താലാണ് കസ്റ്റംസിൻ്റെ അന്വേഷണം ഏതെങ്കിലും ഫലവത്താവുകയുള്ളൂ. അല്ലെങ്കിൽ അത് വീണ്ടും മുക്കപ്പെടും. അപ്പോൾ ഇങ്ങനെ പിടിക്കപ്പെടുന്ന സ്വർണം നേരെ കൊണ്ടോട്ടിയിൽ പോയി നമ്മുടെ പ്രിയങ്കരനായ ഉണ്ണി ഒരു സാധാരണ തട്ടാൻ എന്ന് പറയും, സ്വർണം ഒരുക്കുന്ന ജോലി. അദ്ദേഹം മോഡലും ഡിസൈനിങ് ഒന്നും ചെയ്യുന്ന ആളല്ല. സ്വർണം ഒരുക്കുന്ന പണി മാത്രമാണ് അദ്ദേഹത്തിന് അറിയൂ. അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ ഇന്ന് അദ്ദേഹത്തിന് ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളുടെ ഷോപ്പുണ്ട്. കൊണ്ടോട്ടിയിലും ബാംഗ്ലൂരിലും മറ്റും കെട്ടിടങ്ങളുണ്ട്. കോടികളുടെ വീട് കഴിഞ്ഞ ദിവസം അദ്ദേഹം വീട്ടിൽ താമസിച്ച് തുടങ്ങി. അങ്ങനെ എന്തിനാണ് ഈ സ്വർണം ഉണ്ണിയുടെ അടുത്ത് കൊണ്ടുപോയി ഒരുക്കുന്നത്? കസ്റ്റംസിനകത്ത് തന്നെ CCTV സംവിധാനങ്ങൾ വെച്ച് അവിടുത്തെ തന്നെ ഒരുക്കിക്കൂടെ. ഇങ്ങനെ ഒരുക്കുന്ന സ്വർണത്തിൽ 1 കിലോ പിടിച്ചതാണെങ്കിൽ 250 ഗ്രാമോളം ഇവരെല്ലാം വിധിച്ചെടുക്കുന്നു. അങ്ങനെ എത്ര കിലോ സ്വർണ്ണമാണ് ഇങ്ങനെ സെറ്റിംഗ്സിലൂടെ പിടിക്കുന്നത്? എത്ര കിലോ ഇവർ അടിച്ചു മാറ്റുന്നു? ഈ ഗുരുതരമായ ആരോപണമാണ്. 2 വർഷം മുമ്പ് താങ്കൾ സർക്കാരിനോട് പറഞ്ഞ പല പരാതികളിലും ഒരു അനക്കവും ഉണ്ടായിട്ടില്ല എന്ന വിവരവും ഇപ്പോൾ കസ്റ്റംസിന്റെ അന്വേഷണവും പ്രഹസനമാണ് എന്നതിന്റെ തെളിവുകളാണല്ലോ താങ്കൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചത്. ഇത് ജനം കേൾക്കുന്നുണ്ട്. ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇത് വെക്കുക എന്നുള്ളതാണ് തൽക്കാലം നമ്മുടെ മുന്നിലുള്ള വഴി. കാരണം സർക്കാർ ഇതിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നതിന്റെ തെളിവുകളാണല്ലോ നമ്മുടെ മുന്നിൽ ഉള്ളത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.